ഷൈസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെടുത്തിട്ടുള്ളത് കുഞ്ഞു മാന്തളാണ് കേട്ടോ. കുഞ്ഞു മാന്തള കേട്ടോ, ഇങ്ങനത്തെ മീനാണ് ഇപ്പോൾ വരുന്നത്. ചെറിയ രീതിയിൽ നമുക്ക് പൈസ കുറവിന് കിട്ടുന്ന ഇങ്ങനത്തെ മീനാണ് ഇപ്പോൾ. പിന്നെ അയില, മത്തിയൊക്കെ, അയിലയ്ക്ക് നല്ല വിലയുണ്ട്. പിന്നെ മത്തിയും ഈ മീനുമാണ് നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത്. അപ്പം ഞാനിത് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളിന്നൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സബോള എടുത്തിട്ടുണ്ട്. ഒരു സബോള എടുത്തിട്ടുണ്ട്, വലുതാണ്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പൊടികൾ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പുളി കുറേ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ചെറിയ മീനല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പുളി നമുക്ക് പിഴിഞ്ഞിട്ട് ആവശ്യമുള്ള പുളിവെള്ളം നമുക്ക് ഒഴിച്ചാൽ മതി. നമ്മളൊരു കടായി വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറേ കിളികളുണ്ട്. കിളികൾക്ക് ഞാൻ അരിയും ചോറൊക്കെ ഇട്ട് കൊടുക്കുന്ന കാരണമുണ്ടേ എപ്പോഴും ഇവിടെ നിന്ന് ഓരോന്നും ചോദിക്കും കൊടുക്കാൻ പറഞ്ഞിട്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം ഇടേണ്ടതായിരുന്നു. ഈ കിളികളോട് വർത്താനം പറഞ്ഞപ്പോൾ അത് മറന്നുപോയി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. വലിയ പച്ചമുളക് ഞാൻ ഓരോന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് കീറിയിട്ടേക്കാം. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച് നല്ല ക്വാളിറ്റിയുള്ള മുളകൊക്കെ പൊടിപ്പിച്ചേക്ക് നല്ല എരിവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മതി. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ മുളക് കറി വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ മീനൊക്കെ. വറുക്കാനും നല്ലതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെന്താൽ മതിയാവും. ചെറിയ മീനല്ലേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം. ഉപ്പ് ലേശം കുറവാണ്, ലേശം ചേർത്ത് കൊടുക്കാം. കല്ലുപ്പായ കാരണം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റട്ടെ. തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അടച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മുളക് കറി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. തുറന്ന് നോക്കാം. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.